വിശുദ്ധ ഖുർആനിലെ അനേകം വചനങ്ങൾ അതിൻ്റെ പദപ്രയോഗ കൃത്യത മൂലം നമ്മെ നിരന്തരം അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ച് പറയുന്ന സൂറത്ത് നൂറിലെ വചനം. സൂറത്ത് നൂർ 24-ാം അധ്യായത്തിലെ 40-ാം വചനമാണ്. നമുക്കതൊന്ന് പാരായണം ചെയ്യാം. ഔ കദുലുമാതിൻ ഫീ ബഹരിൽ ലുജ്ജിയ്യിൻ യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മിൻ ഫൗഖിഹി സഹാബ് ദുലുമാതുൻ ബഅ്ദുഹാ ഫൗഖ ബഅ്ദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. എത്ര പൊരുളുകളാണ് ഈ ഒരൊറ്റ വചനത്തിൻ്റെ അകത്ത് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഔ കദുലുമാതിൻ ഫീ ബഹരിൽ ലുജ്ജിയ്യിൻ, ആഴക്കടലിലെ ഇരുട്ടിനെ പോലെയാണ് അവിശ്വാസികളുടെ ഉപമ. ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം, ആഴക്കടലിൽ ഇരുട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അത് ഇന്നത്തെ സമുദ്രശാസ്ത്ര ഗവേഷകർ അത് കണ്ടെത്തിയിട്ടുമുണ്ട്. കടലിൻ്റെ ആഴിയിലേക്ക് പോകും തോറും ഇരുൾ വർദ്ധിച്ചു വരികയാണ് എന്ന്. ഖുർആൻ തുടരുന്നു, യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ്, മുകളിൽ കാർമേഘമുണ്ടാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. അതിഭീകരമായ അതിതീവ്രമായ ബാഷ്പീകരണ നിരക്കാണ് സമുദ്രത്തിൽ, അല്ലേ? സൂര്യപ്രകാശം വരുന്നു, ജലം ബാഷ്പീകൃതമാകുന്നു. ഈ ബാഷ്പീകരണ നിരക്ക് കാരണം ആഴക്കടലിൻ്റെ മുകൾ ഭാഗത്ത് എപ്പോഴും കാർമേഘങ്ങൾ ഉണ്ടാകും. സമുദ്രയാത്ര ചെയ്തവർക്ക് അത് അറിയാം. അതിനെ ഖുർആൻ ഇവിടെ പ്രയോഗത്തിൽ ഉൾപ്പെടുത്തുന്നു. ഖുർആനാണ് ആദ്യം ഇത് പറയുന്നത് എന്നല്ല, മുൻപുള്ള സമുദ്ര സഞ്ചാരികളൊക്കെ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഖുർആൻ വളരെ കൃത്യമായ പദപ്രയോഗം നടത്തുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും അത്ഭുതകരമായ കാര്യം. പിന്നെയോ യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ്, ആ ഇരുട്ടിനെ തിരമാല കൊണ്ട് പൊതിയുന്നു. ഏത് തിരമാല? പുറത്തുള്ള തിരമാലയാണോ? അല്ല, അകത്തുള്ള തിരമാല. കാരണം യഗ്ശാഹു മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ്, യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ്. യഗ്ശാഹു മൗജുൻ, ഒരു തിരമാല അതിനെ പൊതിയുന്നു. മിൻ ഫൗഖിഹി മൗജ്, ആ പൊതിയുന്ന തിരമാലയുടെ മുകളിൽ മറ്റൊരു തിരമാലയുണ്ട്. ആ മുകളിലത്തെ തിരമാലയാണ് നാം കടലിൻ്റെ പുറത്ത് കാണുന്ന തിരമാല. അപ്പോൾ ആഴക്കടലിലെ ഇരുട്ടിനെ പൊതിയുന്ന തിരമാലയോ? ആ തിരമാല ഇന്നർ വേവ്സ് ആണ്. കടലിൻ്റെ അകത്തും തിരമാലയുണ്ട്, ആഴത്തിലും ഉള്ളിലും തിരമാലയുണ്ട് എന്ന് പിന്നീട് മാത്രം ബോധ്യമായ അറിവ് വിശുദ്ധ ഖുർആൻ നമുക്ക് സൂചന നൽകുന്നു. അതിൻ്റെ അർത്ഥം മുൻഗാമികൾക്കൊന്നും ഈ അറിവ് ഉണ്ടായിരുന്നില്ല എന്നല്ല. മുൻഗാമികളും ഉണ്ടായേക്കാം. കാരണം അവർക്കും പ്രവാചകന്മാരുണ്ട്, അവർക്കും വേദഗ്രന്ഥമുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള വഹിയുണ്ട്, അവർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുമുണ്ട്. അതിനെയൊന്നും നാം ചെറുതായി കാണുകയില്ല. പക്ഷേ മുൻകാലക്കാരുടെ അറിവിൽ ഇന്ന് ശരിയെന്ന് ബോധ്യപ്പെട്ടതും ഇന്ന് തെറ്റെന്ന് ബോധ്യപ്പെട്ടതും ഉണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിലുള്ളതാകട്ടെ എല്ലാം ഇന്ന് നാം ശരിയെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുൻഗാമികളുടെ അറിവുകളിലുള്ള ശരി മാത്രം ഖുർആനിൽ അവശേഷിക്കുകയും മുൻഗാമികളുടെ അറിവിലുള്ള തെറ്റുകളൊന്നും ഖുർആനിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്, ഖുർആനിലുള്ളത് മുഴുവൻ ശരിയാണ് എന്നത്. ഖുർആനിൻ്റെ ഈ വചനങ്ങളുടെ പദപ്രയോഗം മറ്റൊരു രീതിയിലായിരുന്നുവെങ്കിൽ ഇന്ന് നാം ബോധ്യപ്പെടുന്ന ഈ ശാസ്ത്ര സത്യങ്ങളോട് നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അള്ളാഹു അതിന് നമുക്ക് അവസരം നൽകി. കാരണം അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ് സമാവാതി വൽ അർദ്. കാരണം അള്ളാഹു എന്ന് പറയുന്നത്, അള്ളാഹു യഅലമു സിർറ, അവൻ രഹസ്യങ്ങൾ അറിയുന്നവനാണ്. എവിടുത്തെ രഹസ്യങ്ങൾ? ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിൽ നിന്നുള്ള അവതീർണമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ സംഭവിപ്പിക്കുന്ന അതേ അള്ളാഹുവിൻ്റെ വചനങ്ങളായതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ ഉൾച്ചേർത്തുകൊണ്ടുള്ള പ്രയോഗശൈലി അള്ളാഹു നടത്തും. പിൽക്കാലത്ത് ഇത് ശാസ്ത്രീയ സത്യമായി ബോധ്യപ്പെട്ട ഒരു ജനതയ്ക്ക് ബോധ്യമാകും, അള്ളാഹു ഇതെല്ലാം അവൻ്റെ വചനത്തിൽ ഒളിപ്പിച്ചു വെച്ചുവല്ലോ. അള്ളാഹുവേ, നീ ആലിമുൽ ഗൈബി വശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണല്ലോ എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പ്രകീർത്തിക്കാൻ ബൗദ്ധിക ശേഷിയുള്ള വിശ്വാസികളെ പ്രാപ്തമാക്കുക എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഇത്തരം സത്യങ്ങളെ നമുക്ക് അങ്ങനെ ബോധ്യപ്പെടുത്താനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആയത്ത് തുടർന്ന് പാരായണം ചെയ്യാം. ളുലുമാത്തുൻ ബഅ്ദുഹാ ഫൗഖ ബഅ്ദ്. ഈ ഇരുട്ടുകൾ എങ്ങനെയാണ്? ളുലുമാത്തുൻ, അത് ബഹുവചനമായിട്ടാണ് പ്രയോഗിച്ചത്. ഇരുട്ടുകളാണ്. എങ്ങനെ? ളുലുമാത്തുൻ ബഅ്ദുഹാ ഫൗഖ ബഅ്ദ്, അത് ലെയർ ആയിട്ടുള്ള ഇരുട്ടുകളാണ്, ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ടുള്ള ഇരുട്ടുകളാണ്. ഇന്ന് സമുദ്ര ശാസ്ത്ര ഗവേഷകർ പറയുന്ന ഒരു കാര്യം, ആഴക്കടലിലെ ഇരുട്ട് വ്യത്യസ്ത തട്ടുകളിലുണ്ട്, ലെയർ ആയിട്ടുള്ള ഇരുട്ടുകളാണ് അവിടെയുള്ളത് എന്ന്. ദ ലെവൽസ് ഓഫ് ഡാർക്ക്നെസ് ഇൻ ദ ഓഷ്യൻ. പിന്നെയോ ആ ഇരുട്ടിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹ. ഇദാ അഖ്റജ യദഹു, അവർ കൈ പുറത്തേക്കെടുത്താൽ,
കൈ പുറത്തേക്ക് എടുത്താൽ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ പുറത്തേക്ക് എടുത്താൽ എന്നല്ല, മറിച്ച് ആഴക്കടലിലാണല്ലോ ഉള്ളത്. അവിടെ നിന്ന് താഴെയുള്ള കൈ ഇങ്ങനെ തൻ്റെ കണ്ണിനോട് ചേർത്ത് വെച്ചാൽ, അതാണ് പിന്നീട് പറയുന്നത് അഖ്റജ യദഹു ലം യക്കദ് യറാഹ, അവർക്കത് കാണാനേ കഴിയില്ല. അപ്പോൾ കാണണമെങ്കിൽ കണ്ണിൻ്റെ മുമ്പിലേക്ക് വെക്കണം. എന്നാൽ സമുദ്രത്തിൻ്റെ പുറത്ത് കണ്ണിൻ്റെ മുമ്പിൽ വെച്ചാൽ കാണുകയും ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും ഈ പറയുന്നത് ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞതല്ല, ഇന്നും സമുദ്രശാസ്ത്ര ഗവേഷകർ പറയുന്നുണ്ട്, ആ സമയത്ത് നമ്മുടെ കൈ കണ്ണിലേക്ക് ചേർത്ത് വെച്ച് നോക്കിയാൽ കൈ പോലും കാണാൻ കഴിയാത്തത്ര ഇരുട്ടാവും. കാരണം പ്രകാശം കയ്യിൽ വന്നടിച്ച് തിരിച്ച് കണ്ണിൽ പ്രതിഫലിച്ചാൽ മാത്രമേ കൈ കാണാൻ കഴിയൂ. അപ്പോൾ കൈ പോലും കാണാത്തത്ര ഇരുട്ടാണ് എന്ന് ഇന്നും ശാസ്ത്ര പ്രബന്ധങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതുമല്ല, ഇത് അഖ്റജ യദഹു, കൈ അല്പം പരിശ്രമിച്ചിട്ട് വേണം ഉയർത്താൻ, അല്പം കഷ്ടപ്പെട്ടിട്ട് വേണം ഉയർത്താൻ. കാരണം അവിടുത്തെ അതിഭീകരമായ പ്രഷർ കാരണം, മർദ്ദം കാരണം കൈ അനായാസം ഉയർത്തുക സാധ്യമല്ല. ഇത് അഖ്റജ യദഹു. എന്നാലോ വലിയ പ്രയാസവുമില്ല. അങ്ങനെയാണെങ്കിൽ ഖറജ എന്ന് പറയും, അത്രയ്ക്ക് പ്രയാസമില്ല. മറിച്ച് അഖ്റജ, അല്പം പ്രയാസം പെടേണ്ടി വരും കൈ ഉയർത്താൻ. ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹ, അവർക്ക് ആ കൈ കാണുക പോലും സാധ്യമല്ല. വമൻ ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, ആ ഇരുട്ടിൻ്റെ ഇടയ്ക്ക് അള്ളാഹു പ്രകാശം നൽകിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രകാശം ലഭിക്കുക? എന്താണ് ഇതിൻ്റെ എതിർ അർത്ഥം? ഇതിൻ്റെ മഫ്ഹൂം മുഖാലഫ എന്താ? അള്ളാഹു പ്രകാശം നൽകിയ ചിലർക്ക് ആ ഇരുട്ടിലും പ്രകാശമുണ്ടാകും. അവിടെ നാം ചില ജീവികളെ കാണുന്നുണ്ട്, ബയോലുമിനിസെൻസ് എന്ന് പറയും. ഇരുട്ടായതുകൊണ്ട് പ്രകാശം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നൽകപ്പെട്ട ജീവികൾ കടലിലുണ്ട്. ഈ വചനത്തിൻ്റെ ഒരു ഭൗതികമായ വിലയിരുത്തലാണ് അത്. ആത്മീയമായ വിലയിരുത്തൽ എന്താ? ഇത് അവിശ്വാസികളുടെ ഉപമയാണ്. ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് അവരുടെ ഉപമ. ഇരുട്ടിന് മുകളിൽ ഇരുട്ടാണ്, അതിൻ്റെ മുകളിൽ തിരമാലകളുണ്ട്, അതിൻ്റെയും മുകളിലാണ് പുറത്തുള്ള തിരമാല. ഒരിക്കലും അകത്തേക്ക് പ്രകാശം കടന്നു വരുന്നില്ല. സ്വന്തം കൈ കാണാൻ പോലും അവർക്ക് കഴിയില്ല. ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് അവനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോലും അവന് കഴിയുന്നില്ല. അവനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അവൻ്റെ നാഥനെക്കുറിച്ച് മനസ്സിലാക്കും. അതല്ലേ പറഞ്ഞത്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. സ്വന്തത്തെക്കുറിച്ച് ബോധ്യമുള്ളവന് നാഥനെക്കുറിച്ച് ബോധ്യമുണ്ടാകും. ഇവർക്ക് അവരെക്കുറിച്ച് പോലും മനസ്സിലാക്കാൻ കഴിയില്ല, അവൻ്റെ ആത്മീയ അസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹ. അള്ളാഹു വെളിച്ചം നൽകാതെ സത്യനിഷേധിക്ക് വെളിച്ചം ലഭിക്കുകയുമില്ല എന്ന ഈ വചനത്തിൻ്റെ ആത്മീയമായ അർത്ഥമാണ് പ്രധാനം. എങ്കിലും അതിൻ്റെ പദപ്രയോഗം അള്ളാഹു ഇങ്ങനെ കൃത്യമാക്കിയത് കൊണ്ട്, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം സംഭവിപ്പിക്കുന്ന അള്ളാഹു തന്നെയാണ് ഈ വചനങ്ങളും അവതരിപ്പിച്ചത് എന്നതിൻ്റെ തെളിവായി നമുക്ക് ഈ വചനത്തെയും മറ്റു പല വചനങ്ങളുടെ കൂടെ ഇതിനെയും മനസ്സിലാക്കാൻ സാധിക്കും.